ഗുഡ് മോർണിംഗ്. ഞാന് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് താമസിക്കുന്നത്. എൻ്റെ വീട് ഒരു ഫാമിലി കൗൺസിലറാണ്. ചെറുതായിട്ടൊക്കെ എഴുതും. ഒരു പ്രാദേശിക ചരിത്രം നാടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തത്. എനിക്ക് യാത്രകൾ വളരെ ഇഷ്ടമാണ് ചെറുപ്പം മുതലേ. എന്നാൽ ടൂറിസ്റ്റ് ആയിട്ടല്ലാതെ ധാരാളം യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പഞ്ചാബ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലെല്ലാം 16 വർഷത്തോളം ജീവിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ 6 വർഷത്തോളം ജീവിച്ചിട്ടുണ്ട്. അതുപോലെ സൗദി അറേബ്യയിലും പലതവണ പോയി വരികയും മാസങ്ങളോളം അവിടെ താമസിക്കാൻ അവസരം കിട്ടുകയും ചെയ്തു. ഈ കഴിഞ്ഞ വർഷമാണ് ഞാനും എൻ്റെ മകളും അവളുടെ മകനും കൂടെ അമേരിക്കയിലേക്ക് പോയത്. അവിടെ എൻ്റെ മകനും കുടുംബവും ന്യൂയോർക്കിൽ താമസിക്കുന്നുണ്ട്. ഏകദേശം 10 മാസത്തോളം ഞങ്ങളവിടെ താമസിച്ചു. ആ കാലയളവിൽ ഞാൻ അവിടുത്തെ ആളുകളെയും ജീവിത രീതിയും എല്ലാം എൻ്റെ ഒരു നിരീക്ഷണത്തിലൂടെ കണ്ടതാണ് നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. 4-5 മണിക്കൂർ മാത്രം യാത്ര ചെയ്ത് പരിചയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടുന്ന് അമേരിക്കയിലേക്ക് ഒരു ദിവസം 24 മണിക്കൂറാണ് ഫ്ലൈറ്റിലും നമ്മളെ വെയിറ്റിംഗ് എല്ലാം കൂടെ. അപ്പൊ ഖത്തർ വഴിയായിരുന്നു ഞങ്ങൾ പോയത്. അവിടെ ഒരു 4 മണിക്കൂറിന് ശേഷം അവിടെ ഇറങ്ങി. അവിടുന്ന് 3 മണിക്കൂർ ടൈം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഒരു 14 മണിക്കൂർ ഒരേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം എന്നെല്ലാം ഓർത്തപ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ യാത്ര വളരെ രസകരവും ഒരു എന്താ പറയുക, ഒരു പുതുമയുള്ളതായിരുന്നു ആ ഒരു ലോങ് ജേണി. പിന്നെ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആകാശത്തിലൂടെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ആ ഒരിക്കലും ഉറങ്ങാത്ത സിറ്റി എന്നറിയപ്പെടുന്ന ന്യൂയോർക്ക് നഗരക്കാഴ്ചയുടെ മനോഹാരിത വാക്കുകൾക്ക് അതീതമാണ്. ഒക്ടോബറിലാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് ഫോൾ സീസൺ ആയിരുന്നു. അതായത് തണുപ്പ് തുടങ്ങുന്നതിന്റെ മുമ്പുള്ള നല്ലൊരു സീസൺ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളവിടെ ഒരു നമുക്ക് ക്ലൈമറ്റിനെ കുറിച്ച് ഒരു പ്രത്യേകമായിട്ടൊന്നും തോന്നിയില്ല. ഒരു 2-3 ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു ആഴ്ച അത് കഴിഞ്ഞ ശേഷം ഒരാഴ്ച പകലെല്ലാം ഉറങ്ങിക്കൊണ്ടിരുന്ന് ജെറ്റ് ലാഗ് മാറാൻ വേണ്ടി. ഭക്ഷണവും അന്തരീക്ഷം എല്ലാം മാറിയപ്പോൾ ആ ഒരു കുഴപ്പം. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളായ ടൈം സ്ക്വയർ, ബ്രൂക്ലിൻ ബ്രിഡ്ജ്, സെൻട്രൽ പാർക്ക് എല്ലാം പല തവണകൾ പോയി സന്ദർശിച്ചു. ഡംബോ, ബ്രൂക്ലിൻ ബ്രിഡ്ജിനടുത്തുള്ള ഹിന്ദി സിനിമയിൽ ഷാറൂഖ് ഖാൻ ഡാൻസ് കളിച്ച് പാടുന്ന കൽഹോനഹോ എന്ന സിനിമയിൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ആ സ്ഥലങ്ങളെല്ലാം പലതവണ പോയി സന്ദർശിക്കാൻ അവസരം കിട്ടി. ഇവിടുന്നുള്ള സൺസെറ്റ് വളരെ മനോഹരമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മകളുടെ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ അവിടെ പബ്ലിക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അത് എനിക്ക് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. ഒന്നും ഫോർമാലിറ്റീസ് അധികം ഒന്നും ഇല്ല. ഗാർഡിയൻസിന്റെ ID കാർഡും പിന്നെ അവന്റെ സർട്ടിഫിക്കറ്റുകൾ മാത്രം ആവശ്യപ്പെട്ടുള്ളൂ. അവളെ വളരെ സെക്യൂരിറ്റിയാണ്. നമ്മളെ പിക്കപ്പ് ചെയ്യുന്ന ആളുകളെ, കുട്ടീനെ വിടുന്നവരെയൊക്കെ ഫോട്ടോസും എല്ലാം അവർ സൂക്ഷിക്കും. അപ്പൊ അത് രസകരമായൊരു സംഭവം ആയിരുന്നു. ഞാൻ അയാളെ കൊണ്ടുവരാനും കൊണ്ടാക്കാനും ഒക്കെ പോയിരുന്നത്, മകന്റെ കുട്ടിയും മകളുടെ മകനും രണ്ടുപേരെയും. അപ്പോ ടീച്ചേഴ്സിന് ഞാൻ ചിലപ്പോ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറുമ്പോൾ, ഷോളൊക്കെ ഇടുന്ന രീതി മാറുമ്പോൾ അവര് നോക്കും. അപ്പൊ അവരിങ്ങനെ അവരുടെ കയ്യിലുണ്ടായിരിക്കും എല്ലാവരുടെ റെക്കോർഡുകളും. ഈ ഗേറ്റിൽ കുട്ടികളെയും കൊണ്ടിട്ട് പുറത്തേക്ക് വരുന്ന ടീച്ചേഴ്സിന്റെ കയ്യിൽ കൊണ്ടുപോകാൻ വരുന്നവരുടെ ആ കുട്ടിയുടെ എല്ലാ റെക്കോർഡും അവർ കയ്യിൽ വെച്ചിരിക്കാം. ഒരു ടീച്ചർ മാത്രമല്ല, അവരുടെ അസിസ്റ്റൻസ് എല്ലാവരും കൂടെയാണ് ആ കുട്ടികളെ പേരൻസിനെ ഏൽപ്പിക്കാൻ വരുന്നത്. എൻ്റെ ഒരു അത്ഭുതമായ ഒക്കെ ഒരു അനുഭവങ്ങളായിരുന്നു ഇതൊക്കെ.
എന്നിട്ട് എന്നെ മനസ്സിലായില്ലെങ്കിൽ അവരത് റെക്കോർഡ് എടുത്ത് കുട്ടിയോടും ചോദിക്കും. പിന്നെ ആ കയ്യിലുള്ള റെക്കോർഡ് തുറന്നു നോക്കിയിട്ട് അത് ഉറപ്പായിട്ട് എനിക്ക് കുട്ടീനെ ഏൽപ്പിക്കും. ആദ്യത്തെ ഒരാഴ്ചയോളം അങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ സ്കൂളിലേക്ക് എപ്പോഴും ഒരു സെക്യൂരിറ്റി ഗാർഡ് ഓഫീസിന്റെ മുന്നിൽ ഉണ്ടായിരിക്കും. പിന്നെ റോഡ് ക്രോസ് ചെയ്യാനൊക്കെ അതൊക്കെ അവിടുത്തെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിക്കുന്നതാണ്. സ്കൂളുകളും ലൈബ്രറികളും പാർക്കുകളെല്ലാം നടക്കുന്ന ദൂരത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതില് ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ പാർക്കുകളിൽ ഈ സൂര്യൻ ഉദിക്കുന്നതോടുകൂടെ തന്നെ ആ പാർക്കുകളെല്ലാം സജീവമാകുന്നുണ്ട് എന്നുള്ളതാണ്. അത് എല്ലാ പ്രായത്തിലുള്ളവരും. പാർക്കുകളിൽ പലപ്പോഴും വൈകുന്നേരങ്ങളിൽ കുട്ടികളാണ് ഉണ്ടാവുക, പ്രായം ചെന്നവരും. പക്ഷെ ഈ രാവിലെ സമയത്ത് എല്ലാ പ്രായക്കാരും ഒരു ജിമ്മ് പോലെയാണ് എല്ലാം അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ആ പാർക്കിൽ കുട്ടികളുടെ ഏരിയ പ്രത്യേകം ഉണ്ട്. ഓരോ ഏജുകാർക്കും പ്രത്യേകം ഇടങ്ങൾ എല്ലാ പബ്ലിക് പാർക്കുകളും. അതൊരു ടിക്കറ്റോ അതോ ഇന്നവര് വരണമെന്നോ ഇന്നവര് പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെയുള്ള പിന്നെ എക്സസൈസിനും മോർണിംഗ് വാക്കിന് പിന്നെ അവിടെ എവിടെയും നമുക്ക് വാക്ക് ചെയ്യാം. സ്ട്രീറ്റുകളിൽ 1 കോടിയോളം ജനങ്ങൾ താമസിക്കുന്ന ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു തിരക്കും പബ്ലിക് പ്ലേസിലോ പുറത്തോ നമ്മൾക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളത്. എൻ്റെ മകൻ അവിടെ ബ്രൂക്ലിനിലായിരുന്നു. അവിടെ അതൊരു ഫാമിലി സ്റ്റേഷനാണ്. ഫ്ലാറ്റുകളും സിംഗിൾ വീടുകളെല്ലാം ഉണ്ട്. എന്നാലും നമുക്ക് ഒറ്റക്കും അങ്ങനെ ഇറങ്ങി നമുക്ക് എവിടം വരെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തിൽ അതെല്ലാം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈബ്രറിയും ഒരു പബ്ലിക് പ്ലേസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു പബ്ലിക് പ്ലേസ് ആണ്. അവിടെ വെറും വായനക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ID കാർഡ് ചോദിച്ചിട്ടോ അല്ല. ബുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്വസ്ഥമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടെ കയറി വരാം. അവിടെ ഹെൽപ്പിനായിട്ട് ലൈബ്രറിയിൽ മാത്രമല്ല നമ്മളെ പബ്ലിക്കും ആർക്കാണ് ഇൻട്രസ്റ്റ് വെച്ചാൽ അവരെല്ലാം അവിടെ ഹെൽപ്പ് ചെയ്യാൻ പോകും. ലൈബ്രറിന്റെ കൂടെ 3-4 സ്റ്റാഫുകൾ ഉണ്ടാവും. പിന്നെ നമ്മളെ പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ സർവീസിന് ഇരിക്കും. പ്രായം ചെന്നവർക്ക് ഒരു റിക്രിയേഷൻ ഹാള് തന്നെ ലൈബ്രറിക്കുള്ളിലുണ്ട്. പിന്നെ സ്കൂളിൽ പോവാത്ത 2-3 വയസ്സുള്ള കുട്ടികൾക്ക് സ്റ്റോറി ടെല്ലിംഗ് റൂം, റീഡിങ് അതിന്റെ പ്ലേസ് വേറെ. ശരിക്കും നമുക്കൊരു ലൈബ്രറിക്കുള്ളിൽ ഇതൊക്കെ വീടിന്റെ അടുത്തുള്ള വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഒരു 4 ലൈബ്രറി 4 ഭാഗത്തും ഞാൻ കയറിയിട്ടുണ്ട്, മെയിൻ ലൈബ്രറികൾക്ക് കൂടാതെ. അതുപോലെ എന്താ പറയുക, ഈ നമുക്ക് എന്തൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ അതൊക്കെ ലൈബ്രറികൾ വഴിയാണ് കിട്ടുന്നത്. ആർക്കും ഒരു സഹായത്തിന് വേണ്ടി ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരിടാണ് അവിടുത്തെ ലൈബ്രറികൾ എന്നുള്ളതാണ്. പിന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം, പ്രിന്റിങ് എടുക്കാം, എല്ലാവർക്കും കമ്പ്യൂട്ടർ അവൈലബിൾ ആണ്. കുട്ടികളുടെ ഏരിയയിൽ കുട്ടികൾക്ക് കമ്പ്യൂട്ടറിൽ അതിന് ഗെയിം കളിക്കുകയോ പുസ്തകം വായിക്കുകയോ, കുട്ടികളുടെ ഒരു പുസ്തക ശേഖരണം തന്നെയാണ്. എല്ലാ ലൈബ്രറികളിലും കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഇതാണ് കണ്ടത്. ഹോസ്പിറ്റൽ അതുപോലെ തന്നെ. വലിയ ഹോസ്പിറ്റലുകളോ മെഡിക്കൽ ഷോപ്പുകളോ ഒന്നും കണ്ടിട്ടില്ല. അവിടെ നമുക്ക് ഡോക്ടേഴ്സിന്റെ അടുത്തും ഞാൻ പറഞ്ഞില്ല എവിടെ ഒരു തിരക്ക് അനുഭവിക്കില്ല. ഡോക്ടേഴ്സിന്റെ അടുത്ത് നമ്മൾ ബുക്കിംഗ് ചെയ്ത് നമ്മൾ ആ കറക്റ്റ് ടൈമിൽ അവിടെ എത്തണം. അരമണിക്കൂർ വൈകിയാൽ നമ്മളത് ക്യാൻസൽ ആയിരിക്കും, ഫൈനും ഉണ്ടാവും. ക്യാൻസൽ മാത്രമല്ല അതിനുള്ള ഫൈനും കൊടുത്തേ പറ്റൂ. പിന്നെ മെഡിസിന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മെഡിക്കൽ ഷോപ്പിലേക്ക് ഡോക്ടർ തന്നെ മെയിൽ അയച്ചിട്ട് ആ മെഡിസിൻ അവിടെ അവർ എടുത്തു വെച്ചതിന് ശേഷം നമ്മളെ വിളിക്കും. എന്നിട്ട് നമ്മൾ പോയിട്ട് വാങ്ങിക്കുക. അതുപോലെ ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകളെല്ലാം ഡോക്ടർ നമ്മളെ പേഷ്യന്റിനെ വിളിച്ച് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യും വീഡിയോ കോളിൽ. അങ്ങനെയുള്ള ഓരോ അത്ഭുത സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ നിരീക്ഷിച്ചത്. വീടുകളെല്ലാം മരവും ഇരുമ്പുകളും കൊണ്ടാണ്. അതും പെട്ടെന്ന് തന്നെ ആ വീടുകളുടെ പണിയെല്ലാം തീരും. അത് അടുത്തടുത്തുള്ള വീടുകളുണ്ട്, സിംഗിൾ ആയിട്ടുള്ള. പിന്നെ എല്ലാ വീട്ടിന്റെ മുറ്റത്തും പൂന്തോട്ടം, ഒരു പൂക്കളുടെ 4 കാലാവസ്ഥയും അവിടെ നമ്മൾ സ്കെയിൽ വെച്ച് വരച്ച പോലെ മാറി വരുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. 4 കാലാവസ്ഥയും. അതുപോലെ മഴ പെയ്യുന്നത് മഴക്കാർ വന്ന് മൂടിക്കെട്ടി കുറെ കാറ്റടിച്ച് ഒരു മുന്നറിയിപ്പോട് കൂടി ഒന്നുമല്ല. ഇപ്പം ക്ലൈമറ്റിനെ കുറിച്ച് നമുക്ക് ഇവിടുന്ന്
വിവരം കിട്ടുമ്പോ ഇത്ര സമയത്ത് 10 മണിക്ക് മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ ആ 10 മണിക്ക് മഴ പെയ്തിരിക്കും. അന്ന് അതിനുള്ള കുടയും ആളുകളും ആ സമയത്ത് എടുത്താൽ മതി. അത്രയൊരു പെർഫെക്റ്റ് മനുഷ്യരെ പോലെ തന്നെ ക്ലൈമറ്റ് ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോ ഇംഗ്ലീഷ് അറിയില്ല എന്ന് കരുതി പുറത്തിറങ്ങാൻ മടിച്ച് ഒക്കെ ഇരുന്നിരുന്നു ആളുകളോട് മിണ്ടാനൊക്കെ. അപ്പൊ ആളുകൾ നമ്മളെ നമ്മൾ നേരിടുന്ന ആളുകൾ നമ്മളെ വിഷ് ചെയ്തുകൊണ്ട് നമ്മളെ എൻകറേജ് ചെയ്യും. അത് ഏത് രാജ്യക്കാരാണെന്നോ ഏത് ഭാഷയാണെന്നോ ഏത് ഡ്രസ്സാണ് ഇട്ടതെന്നോ സൗന്ദര്യം ഉണ്ടോ എന്നൊന്നും നോക്കിയിട്ടല്ല. ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ വളരെ അഭിമാനപൂർവ്വം എപ്പോഴും പറയുന്നതാണ് വിവിധ സംസ്കാരം, വിവിധ ഭാഷ, വിവിധ മതം എന്ന്. എന്നാൽ അവിടെ വിവിധ രാജ്യങ്ങളാണ് ഇത്രയും ഒരുമയോടെ സ്നേഹത്തോടും ജീവിക്കുന്നതെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഞങ്ങൾക്ക് ചുറ്റും ഒരു ഇന്ത്യക്കാരെ 2 3 ഇന്ത്യക്കാര്, അതും കുറച്ച് റിലേറ്റീവ്സ് ആയിട്ടുള്ളവരെ മാത്രമേ കാണാൻ കിട്ടിയുള്ളൂ ന്യൂയോർക്കിൽ. ഉണ്ടാവുമായിരിക്കും ദൂരൊക്കെ. എനിക്ക് ഈ 10 മാസത്തിലും എനിക്ക് ആരെയും കിട്ടിയിട്ടില്ല. മലയാളികൾ പിന്നെ ഒട്ടും തന്നെ ഇല്ല. അങ്ങനെ മലയാളികളെ കാണാൻ മകൻ എന്നെ ന്യൂജേഴ്സിയിൽ കൊണ്ടുപോയി. ന്യൂജേഴ്സി ഒരു കേരളം തന്നെയാണ്. അവിടെ കേരളത്തിലെ ഭക്ഷണ ഐറ്റംസും എല്ലാം ന്യൂജേഴ്സിയിൽ കിട്ടും. അപ്പൊ ഇവിടെ ഇതൊന്നും ഈ ഭാഷയോ ഒന്നും നോക്കാതെയാണ് ഇവര് നമ്മളെ ഫ്രണ്ടില് ഒരാൾ ഇങ്ങനെ കടന്നു പോവാണ്, ഹൗ ഈസ് ടുഡേ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, സോറി, എക്സ്ക്യൂസ് മീ, ഈ വാക്കുകളെല്ലാം അവരുടെ വാത്തുമ്പിലുണ്ട്. നമ്മൾ ഒരു സലാം പറയണമെങ്കിൽ നമുക്ക് പറയണോ, തിരിച്ചു കിട്ടുമോ എന്നൊക്കെ സംശയിക്കുമ്പോൾ ഈ ഇത്രയും വാക്കുകൾ അവരെപ്പോഴും നാവിൻ തുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് എപ്പോഴും നമ്മളെ ഒരു പുഞ്ചിരിക്കുന്ന മുഖം, ഒരു എനർജറ്റിക് ആണ് അവർ ഏത് സമയം. പിന്നെ ഒരു ലേസിനെസ് ആരിലും കണ്ടിട്ടില്ല. പ്രായമായവരും ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ഒരു 4 ആൾ അപ്പുറം 4 ആൾ ഇപ്പുറം കയ്യും പിടിച്ച് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടില്ല. അഥവാ ഏതെങ്കിലും രോഗികൾ ഉണ്ടെങ്കിൽ ആംബുലൻസ് വരിക, ആ ആംബുലൻസിന്റെ ഡ്രൈവർ തന്നെയാണ് ആ രോഗിയെ പിന്നെ സ്ട്രെച്ചറിൽ കയറ്റുന്നു, വീട്ടിൽ ആരുടെ ഹെൽപ്പോട് കൂടിയിട്ട് ആ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഓക്സിജൻ മുതലെല്ലാം നമ്മളിങ്ങനെ ഹോണടി കേൾക്കുക. ആരും വേണ്ടാതെ ജീവിക്കാൻ പറ്റിയ ഒരു സംവിധാനം. വളരെ ഫ്രീ ആണ്. ആ ഫ്രീഡം തന്നെ, അതായത് എല്ലാം ഇവിടെ ഒന്ന് സമർപ്പിച്ച പോലെയാണ്. അവരുടെ ഒരു ഭാരം അവരിലില്ല. അത് ഹാൻഡികാപ്ഡ് ആയിട്ട് കുട്ടികളെ കയ്യിൽ പിടിച്ചു പോകുന്ന പേരൻസിനെ പോലും കണ്ടാല് അവരുടെ മുഖത്ത് ഒരു ദുഃഖമില്ല. അതെന്ന് കരുതി അവിടെ എല്ലാവരും റിച്ച് അല്ല. അവിടെ വേസ്റ്റ് പെറുക്കി ജീവിക്കുന്നവരും ഉണ്ട്. നല്ല കോട്ടിലും സൂട്ടിലും വന്നിട്ട്, ഇതൊക്കെ ഞാൻ നിരീക്ഷിച്ച കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ കോട്ടിലും സൂട്ടിലും വന്നിട്ട് വേസ്റ്റ് ഇട്ട ബോക്സിൽ നിന്നും നമ്മളെ ഈ കൊക്കോകോള, പെപ്സി പോലുള്ള ടിന്നുകൾ പെറുക്കി കൊണ്ടുപോയിട്ട് അതൊന്നും എവിടെയും കൊണ്ട് കൂട്ടിയിടുകയല്ല. അതൊക്കെ പിന്നെ നമ്മളെ ATM കൗണ്ടർ പോലെ ഒരു കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിൽ കൊണ്ടിട്ടാൽ അപ്പൊ തന്നെ അവർക്ക് അതിന്റെ ക്യാഷ് റിട്ടേൺ. അത് വലിയ ഷോപ്പിംഗ് മാളുകളിലും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. ആരും വെള്ളം കുടിച്ചിട്ട് അതെല്ലാം അവർ സൂക്ഷിക്കുകയാണ്. സ്വന്തം ബാഗിലിടും, എന്നിട്ട് വേസ്റ്റിൽ കൊണ്ടിടും. കുറച്ച് ഫൈനാൻഷ്യലി ലോ ആയിട്ടുള്ള ആളുകൾ അത് പോയി എടുത്തിട്ട് അത് ചെയ്യും. ചിലപ്പോൾ ജോലിക്കാരൊക്കെ ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന ഇവരിങ്ങനെ നല്ല ഡ്രസ്സിൽ നല്ല ഭംഗിയുള്ള ആളുകളൊക്കെ വന്ന് ഈ വേസ്റ്റ് ബോക്സ് തുറക്കുന്നതാണോ അത്ഭുതം തോന്നിപ്പോകും. എല്ലാവരും, അത് ചൈനീസ് ആയാലും ഏത് ചൈനീസ്, സ്പാനിഷ്, മെക്സിക്കൻസ് ഒക്കെ ആയിരുന്നു നമുക്ക് ചുറ്റും. പിന്നെ ഒരു ദിവസം മകന് നമ്മളെ രാജ്യങ്ങൾ കാണിച്ചു തരാമെന്നും പറഞ്ഞു കൊണ്ടുപോയി. ന്യൂയോർക്കിലുള്ള വിവിധ രാജ്യങ്ങൾ കാണിച്ചു തരാമെന്നും പറഞ്ഞ് പുറത്തു കൊണ്ടുപോയപ്പം അവിടെ അറബികളുടെ ഒരു ഏരിയ, ജൂതന്മാരുടെ, പാകിസ്ഥാനികള്, ഇവരെല്ലാം അവരുടേതായ ഒരു കൾച്ചറിൽ അവിടെ ജീവിക്കുന്നുണ്ട്. അവർക്ക് പള്ളികളും അവരുടെ വിശ്വാസങ്ങളും. ശരിക്കും പാകിസ്ഥാനിൽ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളും, ഈദായാലും ഈദിന്റെ തലേ ദിവസമൊക്കെ ഒരു മാർക്കറ്റ്, ഒരു ഏരിയ, ഒരു സ്ട്രീറ്റ് അവർക്ക് അങ്ങോട്ട് വിട്ടു കൊടുക്കുകയാണ്. ആ ട്രാഫിക് എല്ലാം നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട്. സാർ സമയമാകുമ്പോ പറയണം കേട്ടോ. ഇത് 2 ദിവസം പറഞ്ഞാൽ പോലും തീരുന്നതല്ല. അപ്പൊ അങ്ങനെ അതുപോലെ ജൂതന്മാരെ കണ്ടപ്പോ അത് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ അവരുടെ സ്ട്രീറ്റ്. ജൂതന്മാർ അവരുടെ ഒരു ലോകം, അവരുടെ ആ ഒരു ഓർത്തഡോക്സ് വെളുത്ത് തൂവെള്ള ആണ് അവരുടെ. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മളെ എല്ലാ കാര്യങ്ങളും ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ കിട്ടുന്നതാണ്. പക്ഷെ ഞാൻ കണ്ടപ്പോ എനിക്കുണ്ടായ ഒരു അത്ഭുതമാണ് നിങ്ങളോട്. 2 സൈഡിലും ഇങ്ങനെ മുടി പുരുഷന്മാര് ഇങ്ങനെ തൂക്കിയിടും 2 സൈഡിലും. പിന്നെ താടിയും തലയിലൊരു വലിയൊരു തൊപ്പി. അപ്പൊ നമ്മളെ CH മുഹമ്മദ് കോയൊക്കെ ഇട്ടിരുന്ന ടൈപ്പ് വലിയ ക്യാപ്പ് ഇട്ടിട്ട്
പുരുഷന്മാർ. സ്ത്രീകളും എപ്പോഴും ബ്ലാക്ക് ഡ്രസ്സിലാണ്. പിന്നെ പിന്നെ ഒരു ഇത് കേട്ടത് അവര് സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ അപ്പൊ തല മൊട്ടയടിക്കുന്നുള്ളത്. തലയിൽ മുടി വെക്കൂല, എന്നിട്ട് വിഗാണ് അവര് വെക്കുക. പിന്നെ എല്ലാവർക്കും ടച്ച് ഫോൺ ഒന്നുമില്ല. അവര് കോടീശ്വരന്മാരാണ്, അവരാണ് അമേരിക്ക നിയന്ത്രിക്കുന്നത് എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ ഒരു ടച്ച് ഫോണ് ഒരു ലേഡീസിന്റെ കയ്യിലുണ്ടാവും, ഈ ബട്ടൺ നിൽക്കുന്ന ചെറിയ ഫോണുകൾ. പിന്നെ പൊതുസമൂഹമായിട്ട് അവർക്ക് ബന്ധമില്ല. അവരുടെ സ്കൂള്, അവരുടെ ഹോസ്പിറ്റൽ, അവരുടെ റിലേഷനിൽ തന്നെ വിവാഹം കഴിക്കുക, അവരുടെ ഒരു കമ്മ്യൂണിറ്റി. ഈ വിവിധ അതുപോലെ നമുക്ക് അടുത്ത് ചൈനക്കാരായിരുന്നു നെയ്ബറിലൊക്കെ. അപ്പൊ എന്നും കാണുമ്പോ പുഞ്ചിരിക്കും. പക്ഷെ ഇംഗ്ലീഷ് ഇങ്ങനെ ഒരു ഫ്ലുവന്റ് അല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് മടിക്കും. എന്നാലും അത്യാവശ്യം പറയും. പക്ഷെ പരിചയപ്പെട്ടപ്പോഴാണ് അവരവിടെ 30-35 വർഷത്തോളായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു വാക്കും ഇംഗ്ലീഷ് പറയാൻ അറിയില്ല. അവർ ഇംഗ്ലീഷ് ഭാഷ ഒരു ആവശ്യമില്ല. എന്നിട്ട് ഈ ചൈനക്കാർ അവരുടെ ഒരു ഏരിയ ഉണ്ടാക്കിയിട്ട് അവർ തന്നെ അവിടുത്തെ പ്ലംബർമാരും എല്ലാവരും അവര് തന്നെ അവരെ വർക്ക്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വിളിച്ചാലും ഈ സ്പാനിഷുകളും ചൈനക്കാരെ വരുന്നത്. പക്ഷെ ഒരു വാക്ക് അവർക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയില്ല. അപ്പൊ പിന്നെ ഞാന് മൂക്കില്ല രാജ്യത്തെ മുറിമൂക്ക രാജാവായിരുന്നു അവിടെ ഇവരുടെ ഇടയിൽ. അറബികളായാലും അറബികളുടെ പള്ളികളൊക്കെ പറയുകയാണെങ്കിൽ വലിയൊരു അത്ഭുത. പള്ളിയിൽ ഇന്ന മതക്കാരെ കയറാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല. 24 hour ഓപ്പണാണ്. ഞാൻ ഫേസ്ബുക്കിൽ എന്റെ പേജ് ഉണ്ട് നഫീസ ജന്നത്ത്. ഫേസ്ബുക്കിൽ അവിടുത്തെ കുറെ വിശേഷങ്ങളും ഫോട്ടോസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോ എഴുതാൻ വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് ഫേസ്ബുക്കിൽ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നതും ഇത്തിരി സമയം കിട്ടുമ്പോഴൊക്കെ അതിൽ എഴുതിയിടാറുണ്ട്. അങ്ങനെ എന്റെ വിശേഷങ്ങൾ അറിയേണ്ടവർക്ക് റിക്വസ്റ്റ് അയക്കാം. പിന്നെ ട്രാൻസ്പോർട്ടിന്റെ കാര്യം പറയുകയാണ്, അതും നല്ല സൗകര്യമാണ്. പിന്നെ മെട്രോ 24 hour ഉറങ്ങാത്ത സിറ്റി ആണല്ലോ. 24 hour മെട്രോ, ഊബർ ടാക്സി ഒക്കെ വിളിച്ചാൽ ഒരു 3 മിനിറ്റ്. പിന്നെ സിറ്റി ബസ്സിലെ ഒരു ഇതാണ് എന്നെ വല്ലാതെ ഒരു ആകർഷിച്ചത്. ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ, അതൊരു ഗ്ലാസിന്റെ കൂട്ടില്. ബസ് ഇപ്പം വോൾവോ എറണാകുളത്തൊക്കെ കാണുന്ന പോലെ സ്റ്റോപ്പിൽ വന്ന് ഇങ്ങനെ താഴ്ന്ന് തരും. ഇവിടെ ഉണ്ടെന്ന് കേട്ടു പറയുന്നു. താഴ്ന്നിട്ട് ആളുകൾ ഇങ്ങനെ കാലെടുത്ത് വെച്ച് അതില്, അഥവാ ഈ ഇതില് അസുഖമുള്ളവരൊക്കെ വരുന്ന ആ ട്രോളിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉന്തി കൊടുക്കാൻ ഡ്രൈവർ ഇറങ്ങി വരിക സീറ്റിൽ നിന്ന്. എന്നിട്ട് അവരെ കയറ്റി സീറ്റിൽ ഇരുത്തിച്ചിട്ടാണ് ബസ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ അത് ഈ 2 സ്ട്രീറ്റുകൾ കൂടുമ്പോൾ ബസ് സ്റ്റോപ്പുകൾ ഉണ്ടാവും. അഥവാ സ്റ്റോപ്പിൽ ആളെ കണ്ടാ ബസ് നിർത്തും, ആളില്ലെങ്കിൽ നമ്മളെ സീറ്റിൽ തന്നെ ഉണ്ടാവും ബെല്ല്. അത് അടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ അവിടെ സ്റ്റോപ്പ് ചെയ്ത് തരും. പിന്നെ ടാക്സി കാറില്ലാതെയും ന്യൂയോർക്ക് സിറ്റിയിൽ എല്ലാവർക്കും ജീവിക്കാം. പിന്നെ ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആയവർക്കൊക്കെ ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ട്. ഇൻഷുറൻസ് കാർഡുകളും അതുപോലെ ഫ്രീ ഫുഡ്. ഇമിഗ്രൻസിനൊക്കെ നല്ല സ്വീകരണമാണ്. ഇതൊക്കെ ലൈബ്രറിയിൽ നിന്നാണ് അവരെ തിരിച്ചുവിടുന്നത്. പിന്നെ ഇതുപോലെ അവിടുത്തെ ആഘോഷങ്ങൾ ഒരുവിധം ഇത്രയും സമയം നിന്നത് കൊണ്ട് ഒരുവിധ ആഘോഷങ്ങളെല്ലാം കാണാൻ പറ്റി. പബ്ലിക് ഹോളിഡേയ്സ് വളരെ കുറവാണ്. പബ്ലിക് ഹോളിഡേ 6 ദിവസമാണ് പബ്ലിക് ഹോളിഡേയ്സ്. അതില് ഒരു ചിലർക്ക് 8 ദിവസമൊക്കെ കിട്ടും. പിന്നെ ആഘോഷം എന്ന് പറഞ്ഞത് ഒരു ഹാലോവിൻ, അതുപോലെ താങ്ക്സ് ഗിവിങ് ആഘോഷം ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. അത് 1625 അവർ തുടങ്ങി വെച്ചതാണ് ആ ഗ്രാറ്റിറ്റ്യൂഡ്. അതിന്റെ പുറകിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് ഇവിടെ ഞാൻ പറയണ്ട, അതൊക്കെ ഒരു വലിയ ഹിസ്റ്ററിയാണ്. നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കി അറിയാൻ പറ്റും. അപ്പൊ അന്ന് മുതൽ അവരുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആഘോഷം, അതായത് ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും എല്ലാം വിളിച്ചിട്ട് ഫുഡ് എല്ലാവരും ഒരുമിക്കുന്ന ഒരു ദിവസമാണ്. ഭയങ്കര സന്തോഷം പങ്കിടുന്നത്, ഭയങ്കര റിലേഷനൊക്കെ വളരെ കീപ്പ് ചെയ്യുന്നതാണ്. അവരിങ്ങനെ വെറുതെ ഒന്നും പോവില്ല. എന്തെങ്കിലും ബർത്ത്ഡേ അങ്ങനെയൊക്കെ ഉള്ളത് അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് വളരെ കെയർഫുൾ ആയിട്ട് വളരെ സിൻസിയർ ആയിട്ട് റിലേഷൻ കീപ്പ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. അതുപോലെ ഹാലോവീനും ആളുകൾ മൊത്തം നമ്മളെ ഫാൻസി ഡ്രസ്സ് പോലെ ഡ്രസ്സ് ഇട്ടിട്ട് ഡാൻസും പാട്ടുമായിട്ട് ഇങ്ങനെ നടക്കുക. അതുപോലെ കുട്ടികൾ നെയ്ബർഹുഡിൽ എവിടൊക്കെ പോകാൻ പറ്റുന്ന എല്ലാ വീടുകളും കുട്ടികളെ സ്വീകരിക്കാനായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അവർക്കുള്ള ഗിഫ്റ്റ് സിറ്റ് ഔട്ടിൽ തന്നെ വെച്ചിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഈ തുടക്കത്തിൽ എനിക്ക് വളരെ ഒരു അപഹാസ്യമായിട്ട് തോന്നി, ഈ ബക്കറ്റും പിടിച്ച ഓരോ വീടുകളുടെ മുന്നിൽ. ഞാൻ പറഞ്ഞു ഞാനില്ല, ഞങ്ങൾ ഇന്നേ വരെ ഒരാളെ വീട്ടുമുറ്റത്ത് പോയി ഇങ്ങനെ ഇറക്കുന്ന പോലെ പോയിട്ട്. പക്ഷെ
പേരക്കുട്ടി പിടിച്ചു വലിച്ച് കൊണ്ടുപോയി. 1-2 വീട് പോയപ്പോ പിന്നെ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. പിന്നെ ഞാനാണ് വീട് കാണിച്ചു കൊടുക്കുന്നത്. അവിടെ ഡെക്കറേറ്റ് ചെയ്ത വീട്ടിലേക്ക് കയറും. അവിടെയാണ് ഗിഫ്റ്റ് ഉണ്ടാവുക എന്നുള്ള ഇതില്. അങ്ങനെ ഓരോ ബക്കറ്റ് നിറയെ ഗിഫ്റ്റുകൾ കുട്ടികൾക്ക്. ആ പിശാചിനെ ഓടിക്കാന്നും അവരുടെ പാപം തീർക്കാന്നൊക്കെയാണ് അവരതിൽ പറയുന്നത്. അന്നും നല്ല ഫുഡും ടർക്കിയും ഒക്കെ വേവിച്ച് അവർ കഴിക്കും. പിന്നെ മെമ്മോറിയൽ ഡേ അവിടുത്തെ ഷഹീദായ മിലിറ്ററി വേൾഡ് വാർ സമയം മുതലുള്ള ഇപ്പൊ റിട്ടയർഡ് ആയ അങ്ങനെയുള്ളവരെ ഓർക്കാൻ ഒരു ദിവസം. ഇൻഡിപെൻഡൻസ് ഡേയും റിപ്പബ്ലിക് ഡേയും ഒക്കെ ആർമി ഡേ ഒക്കെ വേറെ ഉണ്ട്. പക്ഷെ ഇത് മെമ്മോറിയൽ ഡേ. ഇതും ഞങ്ങള് നേരിട്ട് പോയി ഇതെല്ലാം ഞാൻ കണ്ടു അനുഭവിച്ച കാര്യം. അതില് ഈ റിട്ടയർഡ് ആയവര്, നടക്കാൻ പറ്റാത്തവര് വരെ ഈ ഒരു പരേഡിൽ പങ്കെടുക്കുക ഭയങ്കര പബ്ലിക് സ്ട്രീറ്റിലൂടെ. അത് പിന്നെ ഞങ്ങൾ പോയത് ന്യൂയോർക്ക് സെൻട്രൽ ലൈബ്രറിയാണ്. അതൊരു ലോക അത്ഭുതം തന്നെയാണ്. മില്യൺസ് ബുക്സ് അവിടെ നമുക്ക് കാണാനും അതുപോലെ അവിടെ എല്ലാ കാര്യങ്ങളും കൗൺസിലിംഗ് അടക്കം ആ ലൈബ്രറിയിൽ അതിനുള്ള സജ്ജീകരണങ്ങളുണ്ട്. പിന്നെ മ്യൂസിയം, അക്വേറിയം, ഇതെല്ലാം ഞങ്ങൾ സന്ദർശിച്ച സുപ്രധാന സ്ഥലങ്ങളാണ്. പിന്നെ ക്രിസ്തുമസ് ആഘോഷവും ന്യൂ ഇയറും. ടൈം സ്ക്വയറിലെ ന്യൂ ഇയർ ആഘോഷത്തിന് വിദേശികൾ, ടൂറിസ്റ്റുകൾ ആയിരക്കണക്കിന് ആ ദിവസം അവിടെ എത്തുന്നുണ്ട്. ടൈം സ്ക്വയറിൽ എപ്പോഴും ഒരു ഉത്സവ പറമ്പാണ് ടൈം സ്ക്വയർ. എല്ലാ രാജ്യത്തുള്ളവരെയും അവിടെ കാണാൻ പറ്റും. അതുപോലെ സ്ട്രീറ്റിൽ എപ്പോഴും പ്രോഗ്രാമുകളാണ്. അതിന് പ്രത്യേക സ്ഥലം ബുക്ക് ചെയ്യുക, ഫീസ് കൊടുക്കുക, അതൊന്നുമില്ല. ഇവിടെ സ്ട്രീറ്റുകളിൽ വന്നിട്ട് കലാകാരന്മാർ അവരുടെ കല അവതരിപ്പിക്കുക. എന്തും അവിടെ എപ്പോഴും ഒരു ഉത്സവപ്പറമ്പിന്റെ ഒരു പ്രതീതി. അപ്പം അവിടെയൊക്കെ ഞങ്ങൾക്ക് എളുപ്പത്തിൽ പോവാനും ഒക്കെ പറ്റി. ഈ മെട്രോ ഉള്ളത് കൊണ്ടും. ഞങ്ങള് ബ്രൂക്ലിന്റെ അധികം ദൂരത്തായിരുന്നില്ല അതൊന്നും. ക്രിസ്തുമസ് ലൈറ്റ്, ഡൈക്കർ ഹൈറ്റ്സിലെ ക്രിസ്മസ് ലൈറ്റ് വളരെ പ്രസിദ്ധമാണ്. അത് ലോകത്തിന്റെ ഒരുപാട് ആളുകൾ ആ ഒരു ലൈറ്റ് കാണാൻ അവിടെ തിങ്ങിക്കൂടെ. വളരെ തിരക്കാണ്. നമ്മളെ തൃശ്ശൂർ പൂരം എന്നൊക്കെ പറഞ്ഞ പോലെ വീടുകളിലാണ് ഈ ലൈറ്റുകൾ ഒരുക്കിയിരിക്കുന്നത്. അല്ലാതെ പബ്ലിക് പ്ലേസിൽ ഒരു ലൈറ്റ് ഷോ വെച്ചിരിക്കല്ല. ഓരോരോ വീടുകളും ലൈറ്റുകൾ കൊണ്ട് ഒരുക്കിയത് കാണാനാണ് ഈ ടൂറിസ്റ്റുകൾ അവിടെ കൂടുന്നത്. അതൊരു ഡിസംബറിൽ ഇതിന് വരുന്ന ഈ ടൂറിസ്റ്റുകൾ ഡിസംബർ 1 മുതലേ അവിടെ വന്നു തുടങ്ങും. അതിന് ഇവരൊരു ഒക്ടോബർ നവംബറിൽ തന്നെ വീടുകളെല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ വേറെ ഒരു വല്ലാത്ത ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇത് ഉണ്ടായത് ഫെറി ട്രിപ്പായിരുന്നു. ഷിപ്പില് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒരു സൺസെറ്റ് സമയത്ത് ഞങ്ങൾ യാത്ര ചെയ്ത്. അതും അവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടാണ്. ഈ 5 ബോറോകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടലിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരിത്. അപ്പോൾ അവിടെ പേരക്കുട്ടി എപ്പോഴും അത് പറയും. ആ പെട്ടെന്ന് ഇടിയും കാറ്റും വന്ന് അധികം ആളുകളൊന്നും ഇല്ല, എവിടെയും ആളില്ല. ഞങ്ങൾ 2-3 ഫാമിലി ഉള്ളപ്പോഴാണ് പെട്ടെന്ന് കാറ്റും മഴയും ഇടിയും ഇങ്ങോട്ട് വന്നത്, പ്രതീക്ഷിക്കാതെ. അപ്പൊ നമ്മൾ ആ പോർട്ടും ഷിപ്പ് പോലെ ഇങ്ങനെ ഇളകായിരുന്നു. ഞങ്ങൾ പോർട്ടിൽ വെയിറ്റ് ചെയ്യുമ്പോൾ കാറ്റടിച്ചിട്ട് ആ പോർട്ടും ഇങ്ങനെ ഇളകി ഫുള്ള് നനഞ്ഞു ഞങ്ങള്. അതൊക്കെ വളരെ രസകരമായ അനുഭവങ്ങളാണ് ന്യൂയോർക്കിൽ നിന്ന് കിട്ടിയ. പിന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ കഴിഞ്ഞു. അത് മഞ്ഞുകാലം അല്ലെങ്കിൽ അവിടെ സ്കേറ്റിംഗ് എപ്പോഴും കാണാം നമുക്ക്, ഐസുള്ളിടത്തൊക്കെ. വീടും പരിസരമൊക്കെ അവർ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കും. വൃത്തിയില്ലെങ്കിൽ അവർക്ക് അതിന് പിന്നെ ഈ എന്താ പറയാ, സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർക്ക് അതിനുള്ള ഫൈനായി വരും എന്നാ പറയുന്നത്. വളരെ സ്ട്രിക്റ്റ് ആണ് വൃത്തിയുടെ കാര്യത്തിൽ. ഇത്രയൊക്കെ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളും നിരീക്ഷണങ്ങളുമാണ്. ഇത് പറയാൻ എനിക്ക് ഹാപ്പി പാർക്കിൽ അവസരം തന്ന കരീം സാറിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അതുപോലെ ഇതിന്റെ സന്തത സഹചാരികളായ ബദറുദ്ദീൻ സാറിനും എൽദോ സാറിനും സന ടീച്ചർക്കും കൂടാതെ ഈ ഹാപ്പി പാർക്കിലെ എല്ലാ മെമ്പർമാർക്കും ഞാൻ നന്ദി പറയുന്നു. എന്നെ ശ്രദ്ധിച്ചതിന് നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.